മഹാഭൂരിപക്ഷം ആളുകളും വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാറില്ല. പലപ്പോഴും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സലാം പറയുന്ന ആളുകൾ സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാറില്ല. കാരണം ഭാര്യയ്ക്ക് സലാം പറയുക, മക്കൾക്ക് സലാം പറയുക, മാതാപിതാക്കൾക്ക് സലാം പറയുക, അതൊക്കെ എന്തോ ഒരു കുറച്ചിലുള്ള ഒരു കാര്യമായി, ഒരു ഹയാഇന്റെ ഒരു ലജ്ജയുള്ള കാര്യമായി പലരും കരുതുന്നു. എന്നാൽ അങ്ങനെ സലാം പറയാതിരിക്കുന്നതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വളരെ വലിയ നന്മകളാണ്. സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുന്നവരെ അള്ളാഹു സംരക്ഷിക്കും, അവർക്ക് റിസ്ക് നൽകും, അവർക്ക് തൃപ്തികരമായ ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കും, ഉപജീവനത്തിൽ ബറക്കത്തും ലഭിക്കും. എത്രമാത്രം വലിയ ഖൈറാണ് എന്ന് ആലോചിച്ചു നോക്കൂ. അസ്സലാം എന്നത് അള്ളാഹുവിന്റെ പേരാണ്. സുരക്ഷിതത്വവും സമാധാനവും നിർഭയത്വവും നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് നാം അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ നാമം ഒരു വീട്ടിൽ ഉച്ചരിക്കപ്പെട്ടാൽ അതിന്റെ മറ്റൊരു പ്രത്യേകത പിശാചുക്കൾ ആ വീട്ടിൽ നിന്ന് ഓടി അകലുമെന്നാണ്. അപ്പോൾ വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആളുകൾ ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിന്റെ ബറക്കത്തുകളും അള്ളാഹുവിന്റെ റഹ്മത്തും നിങ്ങൾക്കുണ്ടാകട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. വളരെ ബറക്കത്തുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു തഹിയ്യത്താണ്. അതിന് ഈ പറയപ്പെട്ട പോരിഷകളും നന്മകളും എല്ലാം ഉണ്ട്. ആരുമില്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഈ കാര്യം, ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ, സാധാരണ ആളുകൾ വീട്ടിലേക്ക് കയറുമ്പോൾ